തളിപ്പറമ്പ് നിയോജക മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവായിരുന്ന KPCC അംഗവുമായിരുന്ന കൊയ്യം ജനാർദ്ദനൻ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നതായും പ്രചരണ രംഗത്ത് സജീവമായി മുന്നോട്ടു പോകുമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയിരുന്നത്. ഇന്നലെ വന്ന CPM നേതാവായിരുന്ന TK ഗോവിന്ദൻ മാഷെ UDF പിന്താങ്ങുന്നത് ശരിയായ പ്രവണതയല്ലെന്നും ഇതിൽ പ്രതിഷേധിച്ചും നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ നിർബന്ധിച്ചിട്ടുമാണ് താൻ മത്സരരംഗത്ത് അടിയുറച്ചു നിൽക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടെന്നും കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം തന്നെ എപ്പോഴും നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കന്മാർ എടുക്കുന്ന തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. ഞാൻ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുകയും ഇന്നലെ നോമിനേഷന്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം എന്റെ തീരുമാനമായി മുന്നോട്ട് പോകാൻ ഞാൻ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. പല ചാനലുകളും പത്രങ്ങളിലൊക്കെ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും എന്നുള്ള വാർത്തകൾ വ്യാപകമായി വന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു വാക്ക്, ഞാനത് പിൻവലിക്കണമെങ്കിൽ എൻ്റെ പാർട്ടിയുടെ അടുക്കൽ ഞാൻ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായി. ആ നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു കൈച്ചിഹ്നത്തിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ UDFന്റെ മുസ്ലിം ലീഗിൻ്റെ ആളാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആൾ മത്സരിക്കട്ടെ. ഇന്നലെ വന്ന CPM എന്ന് വന്ന ഒരാൾക്ക് സീറ്റ് കൊടുക്കുക, അയാളെ സ്വതന്ത്രനായി നിർത്തുക, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിന്താങ്ങുക എന്നുള്ള ആ സമീപനത്തോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് സൂചിപ്പിച്ചതാണ്. എന്നോട് ജനങ്ങൾ പറഞ്ഞിട്ടാണ്, വോട്ടർമാർ പറഞ്ഞിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. ഈ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല എന്നുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരുപാട് വോട്ടർമാർ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലുണ്ട്. അവരുടെ വികാരമാണ്, അവരുടെ വിചാരമാണ്, അവരുടെ താല്പര്യമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾ ഒരു തരത്തിലും പിൻവലിക്കരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആളുകളുണ്ട്. ഇവിടെ വരുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കരുത്, മുന്നോട്ട് തന്നെ പോകണം, ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള ആ ജനങ്ങളുടെ താല്പര്യമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, 60 വർഷമായി പാർട്ടിയിൽ വർക്ക് ചെയ്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയും അവരെ പിന്തുണയ്ക്കാൻ UDF തീരുമാനിക്കുകയും ചെയ്യുക. അദ്ദേഹം പാർട്ടിയിൽ വന്നിട്ടില്ല, അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. ഈ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് വെക്കുക. ഇദ്ദേഹം എന്ത് ഉറപ്പാണ് UDFന്റെ കൂടെ നിൽക്കാം എന്നുള്ള എന്ത് ഉറപ്പാണ് കൊടുത്തിട്ടുള്ളത്? 60 കൊല്ലം ഒരു പാർട്ടിയിൽ നിന്നിട്ട് അവിടെ കാണിക്കാത്ത ഒരു മാന്യതയും അല്ലെങ്കിൽ ഒരു നിലപാടും സ്വീകരിക്കാത്ത ഒരാൾ ഒരാഴ്ച കൊണ്ട് ഈ UDFന്റെ കൂടെ നിന്നിട്ട് വോട്ട് വാങ്ങി UDFന്റെ കൂടെ നിൽക്കും എന്നുള്ളതിന് എന്തുറപ്പാണുള്ളത്? 60 കൊല്ലത്തെ ബന്ധമുള്ളൊരു പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ഒരാഴ്ചക്കാലം UDFന്റെ കൂടെ പ്രവർത്തിച്ച ഒരു കക്ഷി പിറ്റേ ദിവസം തന്നെ ഒരുപക്ഷെ ജയിച്ചാൽ പിറ്റേ ദിവസം തന്നെ ഈ UDFനെ തള്ളിപ്പറയില്ല എന്നുള്ള ഉറപ്പ് UDFന് കൊടുക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഏത് നിലപാടെടുക്കാനും അദ്ദേഹം മടിക്കില്ല. അതിൻ്റെ ഒരു തെളിവാണ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് ഇവിടെ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ. ഘോഷയാത്രകളൊക്കെ നടക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റോഡ് ഷോ ഒന്നും നടത്താനോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്യാനൊന്നും എനിക്ക് സാമ്പത്തികമായിട്ടോ എനിക്ക് സാധിക്കാത്ത ഒരവസ്ഥയാണ്. എനിക്ക് ജനങ്ങളുടെ വിശ്വാസമാണ്, ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ യുവജനങ്ങൾ, ചെറുപ്പക്കാർ ഞാൻ എടുത്ത നിലപാടിൻ്റെ കൂടെയാണ്. എനിക്കവരോട് പറയാനുള്ളത്, ഒരു തെറ്റ് പറ്റിയ പാർട്ടിയെ തിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക്. ഇനിയെങ്കിലും ഇനി മേലാൽ ഇതുപോലുള്ള തെറ്റായ നടപടിയായിട്ടൊരു പാർട്ടി മുന്നോട്ട് പോകരുത്. ഈ പാർട്ടിക്കകത്ത് എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്, എത്രയോ ലീഗുകാരുണ്ട്, രാവും പകലും
അധ്വാനിച്ച് പ്രയാസപ്പെട്ട് കുടുംബത്തെ മറന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വർഷങ്ങളോളം എന്നെപ്പോലെ തന്നെ ഉള്ള ഒരുപാട് നേതാക്കന്മാർ തളിപ്പറമ്പ് ഭാഗങ്ങളിലുണ്ട്. അവർക്കൊന്നും കൊടുക്കാത്ത ഒരു താല്പര്യം എന്താണ് ഗോവിന്ദ മാഷ് ഉള്ള താല്പര്യം എന്താണ്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഈ ഗോവിന്ദ മാഷ് അദ്ദേഹത്തോടുള്ള താല്പര്യം വരാനുള്ള കാരണം എന്താണ്? അതാണ് നേതാക്കന്മാർ ജനങ്ങളോട് പറയേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ അതിൻ്റെ അകത്ത് ഒറ്റക്കെട്ടാണ്, ഒരേ വികാരമാണ്. ഇതുപോലത്തെ നിലപാടിനെതിരെ സംസാരിക്കാൻ ഒരാളെങ്കിലും എന്നോട് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ആളുകൾ ബന്ധപ്പെട്ട് പറയുന്നത് നിങ്ങളെങ്കിലും ഒരു ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ എന്നാണ് എന്നെ വിളിച്ച് ഒരുപാട് ആളുകൾ, എന്നെ കണ്ട ആളുകളും പറയുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോകരുത്, ഞങ്ങൾ നിങ്ങളെ കൂടി ഉണ്ട്, നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്നീ തളിപ്പറമ്പിൽ വോട്ടർമാർ എന്നോട് പറയുകയുണ്ടായി. ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് ഞാൻ പിൻവലിക്കും എന്നുള്ള ഒരു ഭയത്തോടെ കണ്ടവരുണ്ട്. ഞാൻ പിൻവലിച്ച് പോയേക്കോ. ഒരുപാട് ഓഫറുകൾ എനിക്ക് വന്നു. ചില നേതാക്കന്മാർ എന്നോട് പറഞ്ഞു, കിട്ടുന്ന ഓഫറൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ പിൻവലിക്കുന്നതല്ല. അങ്ങനെ ഒരു ഓഫറിൽ നിൽക്കുന്ന ഒരാളല്ലേ, ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനത്തിന് വീണു പോകുന്ന ഒരാളല്ലേ. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ കുറേയൊക്കെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ജനങ്ങളോട്, ഈ നാട്ടിലെ ജനങ്ങളോട്, ഇവിടുത്തെ വോട്ടർമാർ പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഈ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലെങ്കിൽ UDFന്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ആ നിമിഷം ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. 53 വർഷമായിട്ട് ഞാൻ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് രാപ്പകൽ പണിയെടുത്തതാണ്. തെരുവിലിൽ നടന്ന്, അതുപോലെ തന്നെ പഴയ കോൺഗ്രസ് ഓഫീസിൽ എൻ്റെ ചെറുപ്പത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെയുള്ള ബെഞ്ചിൽ കിടന്നുറങ്ങി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്. ഞാൻ ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയ ഒരാളാണ്. അതുപോലെ ഒട്ടനേകം ആളുകൾ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അവരോട് കാണിക്കാത്ത, അല്ലെങ്കിൽ അവരോട് ചെയ്യാത്ത, അല്ലെങ്കിൽ അവരോട് കാണിക്കാത്തൊരു താല്പര്യം ഈ 2 ദിവസം വന്ന് ഗോവിന്ദ മാഷോട് കാണിക്കാൻ എന്താണ് താല്പര്യമുണ്ടായത്? അത് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. അതിന് ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് പോയ ഒരാൾ, അടിയും കുത്തും ഇവിടുത്തെ പ്രവർത്തകന്മാർക്ക് ചെയ്യാൻ വേണ്ടി അവരെ ദ്രോഹിച്ച ഒരാൾ, അതിന് നേതൃത്വം കൊടുത്ത 10 വർഷക്കാലം നേതൃത്വം കൊടുത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് അയാളെ കെട്ടിപ്പിടിച്ച് അയാൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരാൾക്ക് സാധിക്കില്ല. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാർ അംഗീകരിക്കില്ല. കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഞാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഇല്ല. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഇല്ല. അദ്ദേഹം സ്വതന്ത്രനാണ്, ഞാനും സ്വതന്ത്രനാണ്. അദ്ദേഹം 60 കൊല്ലം CPM-ലാണ് പണിയെടുത്തത്. ഞാൻ 53 കൊല്ലം കോൺഗ്രസ്സിലാണ് പണിയെടുത്തത്. ആ കോൺഗ്രസ്സുകാരനായി ഞാൻ ഇന്നും നിലനിൽക്കുകയാണ്, ഇന്നും നിൽക്കുകയാണ്. ഇവർ എന്നെ പുറത്താക്കിയെന്ന് പറയുന്നു. ഞാനതിൻ്റെ അകത്ത് ഇവർ പുറത്താക്കിയാലും എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം കോൺഗ്രസിൻ്റെ കൂടിയാണ്. ആ കോൺഗ്രസ് വികാരമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ കോൺഗ്രസിൻ്റെ രക്തമാണ് എൻ്റെ കൂടെ. ആ കോൺഗ്രസിനെ തള്ളി പറയാൻ ഞാനില്ല, ആളല്ല. പക്ഷെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എടുക്കുന്ന ഒരു നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾ ഉണര്, നിങ്ങൾ എഴുന്നേൽക്ക്, ഇതുപോലത്തെ തെറ്റായ നയത്തിനെതിരെ നിങ്ങൾ ശബ്ദിക്ക്. ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും ഇതുപോലത്തെ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടി നേതാക്കന്മാർ തയ്യാറാവാതിരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങണം, നിങ്ങൾ മുന്നോട്ട് വരണം. ഞങ്ങളൊക്കെ വർക്ക് ചെയ്താൽ എത്ര വർഷമാണ്? ഒരു 5-10 വർഷമാണ് നമ്മളൊക്കെ ആരോഗ്യം ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ ഇനിയും ഉണ്ടാവും. പക്ഷേ നിങ്ങളതല്ല, വരും തലമുറകൾക്ക് ഒരു മാതൃകയാവാൻ ഞാനെടുത്തൊരു നിലപാട് ശരിയാണെങ്കിൽ ആ നിലപാടിൻ്റെ കൂടെ നിങ്ങൾ ഈ തളിപ്പറമ്പിലെ വോട്ടർമാർ നിൽക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ തളിപ്പറമ്പിലെ വോട്ടർമാർ അതിൻ്റെ കൂടെ നിൽക്കും, വോട്ട് ചെയ്യും എന്ന് പറയുന്ന അനേകായിരം പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. ഞാൻ വിജയിച്ചാൽ ഒരു സാധാരണക്കാരനായി നിങ്ങളുടെ ഇടയിലൂടെ, നിങ്ങളുടെ കൂടെ ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനപ്രതിനിധിയായി നിന്നിട്ടുണ്ട്. എൻ്റെ നാടോട് ചോദിച്ചാൽ എന്നെക്കുറിച്ച് അറിയാം. ഞാൻ എങ്ങനെയാണ് അവരോടൊക്കെ പെരുമാറിയ രീതികൾ. അവരൊക്കെ എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ലാത്ത എൻ്റെ ഇടയ്ക്ക് ആളുകൾ എത്രയോ വരുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പാർട്ടിയോ നിലപാടോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അവരോട് ജനങ്ങളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനത് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷം. ഇനിയും ഞാൻ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ അതിൻ്റെ അകത്തൊരു സാധാരണക്കാരനായി ഈ നിയോജകമണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും നിങ്ങളോടൊപ്പം, എനിക്കിപ്പം ആരോടും ബാധ്യതയൊന്നുമില്ല. എനിക്ക് മേലെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്ന് ഞാൻ ഫ്രീ ആണ്. എൻ്റെ മുകളിൽ എനിക്ക് ജനങ്ങളും വോട്ടർമാരും മാത്രമേ ഉള്ളൂ. എൻ്റെ മുകളിൽ ആണ് അവർ, അവരെ താഴെയാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്.
എൻ്റെ മുകളിൽ നിൽക്കുന്ന ജനങ്ങളും വോട്ടർമാരും എന്നെ നിയന്ത്രിച്ചാൽ അവർ കേൾക്കുന്ന വാക്കുകൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ ഇനി തയ്യാറാണ്. അവരോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ തളിപ്പറമ്പിൻ്റെ മാറ്റത്തിന് വേണ്ടി എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ഇതുപോലുള്ള തോന്നിവാസ കാണിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക, ചിന്തിക്കുക. എൻ്റെ ടെലിവിഷൻ ചിഹ്നത്തിൽ ഇവിടെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയ ഒരുപാട് ആളുണ്ട്. കെ കരുണാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ കെ മുരളീധരൻ പുറത്തായിട്ടുണ്ട്. അവരുടെയൊക്കെ ചിഹ്നമായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ ടെലിവിഷൻ ലീഡറുടെ ചിഹ്നമായിരുന്നു. ആ ലീഡറുടെ ചിഹ്നമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ടെലിവിഷൻ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്നാണ് ഞാൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മൂല്യം വരും തലമുറകൾക്ക് ഒരു മാതൃകയാക്കാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക.